പദന്മാര് വരും. പോരും. അഴുക്ക് കംപ്ലീറ്റ്. ഹെൽമെറ്റ് യാത്രികരുടെ പ്രധാന പ്രശ്നം ഇത് തലയിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെ കുറിച്ചുള്ള ആശങ്കയാണ്. ആ ആശങ്ക തീർക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു ട്രിക്ക് അല്ലെങ്കിൽ നിലവിലുള്ളൊരു ചെറിയൊരു സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഹെൽമെറ്റ് ക്ലീനർ, ആൻറ്റി ബാക്ടീരിയൽ ഹെൽമെറ്റ് ക്ലീനർ. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഹെൽമെറ്റിൽ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യവും അത് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ആൻറ്റി ബാക്ടീരിയലിനെ കുറിച്ച് പറയാം. ഇത് ആൻറ്റി ബാക്ടീരിയലിൻ്റെ സ്പ്രേ ആണ്. ഇത് സാധാരണ സ്പ്രേ മാതിരി തന്നെ നമുക്കിത് ക്ലീനിങ് സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. ഒരു ബോട്ടിൽ ഏകദേശം ഒരു 2-3 ടൈംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഹെൽമെറ്റ് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, അത്യാവശ്യം ഒരു നല്ല രീതിയിൽ അഴുക്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണ ഒരു പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു വെയിലുള്ള ഭാഗത്ത് നോക്കി വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ക്ലീനിങ് നടക്കും, അതല്ലെങ്കിൽ ടൈം എടുക്കും. ആയിട്ട് നമ്മൾ ഹെൽമെറ്റ് ക്ലീൻ വെച്ചാൽ ഷെയ്ക്ക് ചെയ്യണം. ഒരു പദന്മാര് വരും. ഇപ്പോൾ നമ്മൾ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള ആ അഴുക്കും കംപ്ലീറ്റ് ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേ ആണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉള്ളു മുഴുവനായിട്ട് ഇപ്പോൾ അഴുക്ക് കംപ്ലീറ്റ് ഇളകിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വെച്ചതിന് ശേഷം ഒന്ന് വലിയും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അടിച്ചിട്ട് നമ്മൾ അത് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെയിലത്ത് വയ്ക്കും. അപ്പോൾ ഇതിലേ ആദ്യം നമ്മളൊരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് പതഞ്ഞതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് ഇളകിയതിന് ശേഷം അതൊന്ന് വലിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ഒന്നുകൂടി സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അത് കുറച്ച് ഒരു 10 മിനിറ്റ് നേരം വെയിലത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അടിപൊളിയായി, ക്ലീനായി. ഓക്കെ, നമ്മളേ ഒരു പ്രാവശ്യം അത് ക്ലീനിങ്ങിന് വേണ്ടി സ്പ്രേ ചെയ്തിരുന്നു. അതൊന്ന് വലിഞ്ഞ് അതിൽ കംപ്ലീറ്റ് അഴുക്കുകൾ ഇളകിയെന്ന് കണ്ടപ്പോൾ നമ്മൾ അത് ഒന്നുകൂടി ഉപയോഗിക്കണം. ഒന്നുകൂടി ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് തുടച്ചെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ആ സാധനം അപ്ലൈ ചെയ്യണം. ഇത് ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലിരിക്കുമ്പോൾ അത് നല്ല ക്ലീനായിട്ട് ഇരുന്നോളും. തലമുടി, അങ്ങനത്തെ മുടി കൊഴിച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഓരോ പ്രാവശ്യം തുടയ്ക്കുമ്പോഴും ഇത് ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് വരുന്ന അഴുക്ക്. ഏകദേശം ഒരു 3 മാസം മുമ്പ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മളൊരു പ്രാവശ്യം അത് ക്ലീൻ ചെയ്ത് അഴുക്കൊക്കെ എടുത്തതാണ്. വീണ്ടും നമ്മളതൊന്ന് ചെയ്യാണ്.
ഏകദേശം ഒരു 1.5 വർഷമായുള്ള ഹെൽമെറ്റിൻ്റെ പഴക്കം. പക്ഷേ ഒരു ടിഷ്യോ ക്ലോത്തോ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീൻ ഭാഗം കാണാം. വളരെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. നമ്മളതെടുത്ത് വീണ്ടും തലയിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റുമെങ്കിൽ ഒരു 6 മാസത്തിനിടയിൽ ഇത് 1-2 പ്രാവശ്യം ചെയ്യുക. ഹെൽമെറ്റും ക്ലീൻ ആയിരിക്കും, നമ്മുടെ തലമുടി അങ്ങനത്തെ പ്രശ്നങ്ങളും മുടി കൊഴിച്ചിൽ മുടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ ഇത്ര അഴുക്ക് നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. സ്പ്രേ ചെയ്തതിന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത്രയധികം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നമ്മളിത് ഉള്ളിലേക്കൊന്ന് ചൂട് കിട്ടണം. അപ്പോൾ ഇല്ലാണ്ട് നമുക്കിത് തലയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു നല്ല സ്മെല്ല് അതിനകത്ത്. ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴൊരു ബാഡ് സ്മെല്ല് മാറി ഇപ്പോൾ നല്ല ക്ലീൻ സ്മെല്ലായി. അഴുക്ക് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണങ്ങാനായിട്ടൊരു 10 മിനിറ്റ് നേരം അത് വെയിലുള്ള ഭാഗത്ത് വയ്ക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് വെയിൽ കൊള്ളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാം.